അങ്ങനെ പറഞ്ഞ് എനിക്കും തിരിച്ചു പോകാൻ സമയമായി. എൻ്റെ ബ്രദറും അച്ഛനും അമ്മയും കൂടിയാണ് എന്നെ കൊണ്ടാക്കാൻ വന്നത്. ഇമോഷണൽ ആയിട്ട് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. കാരണം എനിക്കിഷ്ടമല്ല നമ്മളാരും കരയുന്നത്, ആരും കാണിക്കുന്നത്. സന്തോഷം മാത്രം എല്ലാവരും അറിഞ്ഞാൽ മതി. എന്തിനാണ് വെറുതെ നമ്മളെ ദുഃഖങ്ങളൊക്കെ എന്തിനല്ലേ എല്ലാവരെയും നമ്മൾ കരയുന്നത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല. പക്ഷെ ചങ്ക് പൊട്ടുന്ന വേദനയിലാണുള്ളത്. കാരണം അറിയാം, എല്ലാ പ്രവാസികൾക്കും അറിയാമായിരിക്കും അല്ലേ, നാട്ടിൽ വന്ന് ആ ഒരു 2-3 അല്ലെങ്കിൽ 1-2 മാസം നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ മാത്രം നിൽക്കുന്ന ആൾക്കാർക്കറിയാം അവിടെ നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വിഷമം എത്രത്തോളമാണെന്നല്ലേ. ചങ്ക് പറിച്ചു കൊടുക്കുന്ന വേദന ഉണ്ടാവും, അത് ഉറപ്പാണ്. ആ ഒരു വേദന തന്നെയാണ് ഞാനും ഉള്ളത്. കാരണം നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം, അച്ഛനും അമ്മേൻ്റെയും അനിയൻ്റെയും കൂട്ടുകാരുടെയും കൂടെ കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം വേറെ എവിടെ പോയാലും, വേറെ എത്ര ഹാപ്പി അല്ലെങ്കിൽ വേറെ എത്രത്തോളം നമ്മൾ സമ്പാദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു സന്തോഷം വേറെ എവിടെ പോയാലും കിട്ടൂല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. കാരണം ഞാൻ എൻ്റെ നാട്, എൻ്റെ വീട്, എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ അതുപോലെ എൻ്റെ കൂട്ടുകാർ, എൻ്റെ കസിൻസ്, ഫാമിലി, എല്ലാവരോടും കൂടെ കിട്ടുന്ന ആ ഒരു സന്തോഷം എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. കാരണം അത് വേറെ തന്നെ ഒരു വൈബാണ്. ഇപ്പം എല്ലാവരും നാട്ടിലൊന്നും ഉള്ളവരല്ല. കാരണം എല്ലാവരും അവനവരുടേതായിട്ടുള്ള പ്രാരാബ്ദങ്ങളുമായിട്ട് പലരും പല സ്ഥലത്ത് ജോലിക്കും കല്യാണം കഴിഞ്ഞ് പോയവരൊക്കെയാണ്. നമ്മൾ ആ കുട്ടിക്കാലമൊന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, ആ ഒരു കാര്യം സത്യമാണ്. പക്ഷെ എന്നിരുന്നാലും നാട്ടിലായാൽ നമുക്ക് എല്ലായിടത്തും ഒരു ആക്സസ് ഉണ്ട്, എവിടെ വേണമെങ്കിലും പോവാന്നുള്ളൊരു കാര്യം ഉണ്ടല്ലേ. ആ ഒരു സംഭവം ഇനി കുറച്ച് കാലത്തേക്ക് എന്തായാലും ഇല്ല. ദുബായിക്ക് തിരിച്ചു പോവുകയാണ്. ആ ഒരു വിഷമത്തിൽ തന്നെയാണ് ഞാൻ കയറിയിരിക്കുന്നത്. പിന്നെ ഒറ്റയ്ക്കുള്ള യാത്ര അത് ഭയങ്കര ഒരു ചടപ്പാണ്. എനിക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ പോകാൻ പറയുന്നത് ഇപ്പോഴും ശരിയായിട്ടില്ല. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക്. ഈ ഹൈറ്റ് പേടിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ പോയി അത് താഴെ എത്തുന്നവരെ ഭഗവാനെയും വിളിച്ചിട്ടാണ് ഇരിക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഇരിക്കുമ്പം ഒരു ആ മുകളിലേക്ക് പൊന്തുമ്പോഴും ആ ഇറങ്ങുമ്പോഴും ഒരു ടെൻഷനാണ്. അതിൻ്റെ ഇടയിൽ ഇവളാണെങ്കിൽ ഓരോരോ സേഫ്റ്റി പ്രിക്കോഷൻസ് പറഞ്ഞു തരുമ്പോൾ അതിനെക്കാട്ടും വലിയ ടെൻഷനാണ്. ഈശ്വര ഭഗവാൻ, ഇവരെന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ആലോചിക്കും ഞാൻ. എന്തിനാണ് ഇതിങ്ങനെ, നമ്മളെ ബസ്സിലും ട്രെയിനിലൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവരിതൊക്കെ പറയുന്നത്? ഏറ്റവും സേഫസ്റ്റ് വേ ഓഫ് ട്രാവലാണെന്ന് പറയുമ്പോൾ പോലും ഇവർ ഇത് പറയുമ്പോൾ ടെൻഷനാവും. പിന്നെ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങി അതേ ഫ്ലൈറ്റ് പൊങ്ങുന്നു. അത് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. കാരണം എത്ര പെട്ടെന്ന് ആ ഒരു 3 ആഴ്ച കടന്നു പോയത്. ഞാൻ വന്നിറങ്ങുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തിരിച്ച് കയറി ആ സന്തോഷങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മായാണ്. എന്താ പറയുക, അമ്മേൻ്റെ നല്ല ഭക്ഷണം, അച്ഛൻ്റെ സ്നേഹം, അമ്മേൻ്റെ സ്നേഹം, അനിയൻ്റെ കൂടെയുള്ള അടിപിടി, ഫാമിലിയിലുള്ള എല്ലാവരും വന്ന് ഉത്സവമൊക്കെ ആഘോഷമുണ്ട്. ഫാമിലിയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വീട്ടിലും പോകാൻ പറ്റി, എല്ലാവരും ഒന്ന് കാണാൻ പറ്റി. ആ ഒരു സന്തോഷത്തിന് ഇനി എത്ര ആൾ കാത്തിരിക്കണം എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചങ്ക് പടയുക. ഇത് എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. കാരണം എനിക്കറിയില്ല ആ ഒരു സന്തോഷം ഇനി എത്ര കാലം നിന്നാലാണ് നമുക്ക് തിരിച്ച് കിട്ടുകയെന്ന്. അതിന് നമ്മൾ കുറേ എല്ലാവരും എന്താ പറയുക, നാട് വിട്ടു പോകുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ, വീട്ടിലിരിക്കുന്ന സന്തോഷം നാട് വിട്ടു പോയാൽ എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെല്ലാവരും അവനവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും അവനവൻ്റെ ലൈഫായിട്ട് സ്വന്തം ജീവിതമായിട്ട് പോകാണ്ടിരിക്കാനും പറ്റില്ല. എനിക്ക് എല്ലാവരും പോലെ തന്നെ വേറെ വഴിയില്ല. ജീവിക്കണമല്ലോ അല്ലേ, ജീവിക്കണമെങ്കിൽ പൈസ വേണം. ജീവിക്കണമെങ്കിൽ മുന്നോട്ടൊരു ജീവിതം വേണമെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കണം. അച്ഛനും അമ്മയെ നോക്കണമെങ്കിൽ പൈസ വേണം. ആ ഒരു ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ നാട്ടിലേക്കാട്ടും കൂടുതൽ നമുക്ക് പുറത്ത് പോയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണ് ഇന്നത്തെ ഒരു ചുറ്റുപാടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോവാതിരിക്കാൻ വയ്യൻ്റെ ഭഗവാനേന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവാണ്. പിന്നെ അച്ഛനമ്മേനോടൊക്കെ യാത്ര പറയുമ്പോൾ ഉണ്ടായ ഒരു വിഷമം എന്ത് ചെയ്യാനല്ലേ. എങ്ങനെ എന്തായാലും തിരിച്ച് നമ്മളുടെ സ്വന്തം നാട്ടിൽ, ദുബായിൽ എത്തിയിട്ടുണ്ട്. ഹസ്ബൻഡാണ് കൂട്ടാൻ വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ നമ്മൾ സ്വന്തം കരാമയിലേക്കുള്ള പോക്കാണ്. കരാമ ഫ്രെയിമിൻ്റെ അടുത്താണ് വീടെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഫ്രെയിമിൻ്റെ അടുത്തെത്തി. ഇനി നമ്മളുടെ കളികൾ ദുബായിലേക്ക് തന്നെ തിരിച്ചെത്തി. ബാക്കി കളികൾ ഇനി ഇവിടെ തന്നെയാണ്. സന്തോഷം. ദുബായ് നല്ലൊരു സ്ഥലമാണ്. ഞാൻ സന്തോഷമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളെ നാടിൻ്റെ അത്ര എത്തില്ലല്ലോ. അങ്ങനെ എൻ്റെ സ്വന്തം കെട്ടുവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ബാക്ക് ടു നമ്മളുടെ നോർമൽ റൊട്ടീനിലേക്ക് പോവുകയാണ്. എന്തായാലും നമ്മളെ ജിമ്മും കാര്യങ്ങളായിട്ട് പോവാം അല്ലേ.